പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. പേർലി മാണിയുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ എണ്ണം കാര്യമായി കുറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം BJP അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ സംഭവിച്ചത്. സോ ഹാപ്പി. ഷൂട്ടിനിടയിലൊക്കെ ഓടി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇരുന്ന് ഞാനത് ചെയ്യാണ്. ഇതിൽ നിന്ന് 5.5 മില്യണായി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണവും കുറയുകയാണ്. ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു കുറയുകയാണ്. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് 4.72 മില്യണിൽ നിന്ന് 4.63 മില്യനായി. തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞാൻ 3 മില്യനായി. ഇഷ്ടതരം കാവ്യെന്നും CJP പ്രതിഷേധത്തിലെ ഇരട്ട നിലപാടും സിബി മലയിലിനെ ഫെയിൽ ഡയറക്ടർ എന്ന് വിശേഷിപ്പിച്ചതുമാണ് തിരിച്ചടിക്ക് കാരണം. അഭ്യാസം എടുത്തോണ്ടല്ലോ അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഫാമിലി വ്ളോഗും ഹോം വീഡിയോസും ഇന്റർവ്യൂസും ഒക്കെ തന്നെ വൈറലാകുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയുക, ഒരു സംവിധായകനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുക, അതോടൊപ്പം തന്നെ ഈ CJP പ്രതിഷേധത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാടെടുക്കും. പേളി മാണിയുടെ വീടിന് നേരെ അജ്ഞാതന്റെ കല്ലേറ്. പേളി ചേച്ചിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു 6 സ്റ്റിച്ച്. ഇഷ്ടനിറം കാവ്യാണെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ അതൊരു പൊളിറ്റിക്കൽ ആംഗിളിൽ പേളി സംസാരിക്കുന്നതാണെന്നുള്ള ഒരു ടോണിൽ കേരള സമൂഹത്തിൽ എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി പേളിക്ക് സംഭവിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി നേതാവിനെ തെരഞ്ഞെടുത്തു. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വലിയ ഇൻഫ്ലുവൻസർ ഇന്റർവ്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുന്നിട്ട് നിൽക്കുന്ന ഓരോ വീഡിയോസും ഏകദേശം 1 മില്യണോളം അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ലോകത്തൊരു വലിയ തിരിച്ചടിയാണ്. അവരുടെ അഭിപ്രായത്തോടും അവരുടെ നിലപാടിനോടുമുള്ള എതിരഭിപ്രായമായിട്ട് തന്നെയാണ് കേരള സമൂഹം അതിനും വിലയിരുത്തപ്പെട്ടത്. നേതാവ് ധൈര്യമായിട്ടിരി, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഇങ്ങനെ ഒരു ഗണ്യമായ കുറവ് സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുക്കുമ്പോൾ പോലും ആ ഒരു ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് കുറയുന്നത് കാണാനും കഴിയുന്നുണ്ട്. അതൊരു വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് രാഷ്ട്രീയ നിലപാടും കൂടെ തുറന്നു പറഞ്ഞൊരു സാഹചര്യം. അതിങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള നെഗറ്റീവ് കമന്റുകൾ. നേതാവിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ബാനറും പോസ്റ്ററും ഒക്കെ അടിക്കണ്ടേ? പിന്നെ ഞാനിപ്പോ റെഡിയാക്കി തരാം. അവിടെ നിന്നേ, ജനലക്ഷങ്ങൾ നേതാവിനെ കൺകുളിർക്കൊന്ന് കാണാൻ ആരും ചോട്ടിൽ കാത്തിരിക്കുകയാണ്. വേഗം വരണം നേതാവേ, വണ്ടി റെഡി. കാശ് തന്നെ വളക്കാൻ നോക്കണേ, എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ, കുഴപ്പമാണ്. അല്ല നിങ്ങള്